ഓക്കെ ഗായ്സ്, പിന്നെ ഇന്നെന്താ വിഷയം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഹൈറാർക്കിനെ കുറിച്ചിട്ടാണ്. വെരി ഗുഡ്. എല്ലാ മേഖലയിലും ഹൈറാർക്കി ഉണ്ട്. ആ, അപ്പോൾ നമ്മുടെ മേഖലയിലെ ഹൈറാർക്കിയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? നല്ലൊരു ചോദ്യമാണ്. ഹയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനീൻ്റെക്കുള്ളിലുള്ള അതിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോരുത്തരും അവരുടേതായ ജോലി ചെയ്യുന്നു. അങ്ങനെ അവരുടെ സീനിയോറിറ്റിയോ അല്ലെങ്കിൽ അവരുടെ കാപ്പബിലിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കഴിവനുസരിച്ചിട്ട് അതിന് നമ്മൾ ഒരു സിസ്റ്റമാക്കി കൊണ്ടുവരാണ് ഹയറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അതിൽ നമ്മളത് മാർക്ക് ചെയ്യുന്ന ഓർഗനോഗ്രാം എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ടോപ്പിൽ ആളുണ്ടാവും. അയാൾ ഡിവൈഡ് ചെയ്ത് ഓരോ സെക്ഷനായിട്ടും ഓരോ സെക്ഷനെ മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ആ മാനേജേഴ്സിനെ മാനേജ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ് മേലോട്ട് പോവുക. സോ നല്ലൊരു കോൺസെപ്റ്റാണത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ എല്ലാവരും ഡിസിഷൻ മേക്കേഴ്സാണ്. ഓക്കെ, കാരണം അങ്ങനെ ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോഴാണ് അവർക്ക് അവരുടെ പിന്നെ ക്രിയേറ്റിവിറ്റി, നമ്മൾ പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സമയത്തും ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് അല്ലേ. അതേസമയം ഒരു എൻവയോൺമെൻറ്റിൽ വരുമ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനും അവർക്ക് ഗൈഡൻസ് നൽകാനും ഉള്ള കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ അവർ ടോപ്പിലുണ്ടാവും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു ബേസിക് ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ജൂനിയർ ഡിസൈനറായിരിക്കും ഉണ്ടാവുക. ആ ജൂനിയർ ഡിസൈനർ മേലെ ഒരു സീനിയർ ഡിസൈനർ ഉണ്ടാവും. സീനിയർ ഡിസൈനറിൻ്റെ മേലെ ഒരു ജൂനിയർ ആർട്ട് ഡയറക്ടർ ഉണ്ടാവും. അയാളുടെ മേലെ സീനിയർ ആർട്ട് ഡയറക്ടർ ഉണ്ടാവും. പിന്നെ അസോസിയേറ്റ് ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ടാവും. പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ടാവും. അങ്ങനെ പിന്നെ CEO അല്ലെങ്കിൽ ആ ലെവലിലാണ് മേലോട്ട് പോകാം. ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പിൽ പറയുമ്പോൾ ഒരു CEO അല്ലാതെ MD ലെവലായിരിക്കും. അപ്പോൾ താഴത്തുള്ള ആളുകൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എണ്ണം കൂടുതലായിരിക്കും. മേലെ വരുമ്പോൾ എണ്ണം കുറഞ്ഞ് ആയിട്ട് വരിക. റൈറ്റ്. അപ്പോൾ ഈ താഴത്ത് വരുന്ന ആളുകൾക്കും അവരും കരുതുന്നത് എന്താ വെച്ചാൽ നാളെ എനിക്കിങ്ങനെ പ്രൊമോഷനായി അല്ലെങ്കിൽ ഇൻക്രിമെൻ്റായി പ്രൊമോഷനായി ഞാനിങ്ങനെ മേലോട്ട് കയറി വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വേറെ ആളുടെ ഗൈഡൻസിലാണ്. അപ്പോൾ ആ ഗൈഡൻസ് എങ്ങനെ കിട്ടുന്നത്? ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ മേലുള്ള ആൾക്കാർ അവർക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓരോ സിറ്റുവേഷൻസായിട്ടും വർക്കായിട്ടും അവർ കുറച്ചും കൂടെ ആ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനും പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഓരോ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റും. അല്ലെങ്കിൽ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ വർക്കുകൾ എൻ്റെ പെർഫോമൻസ് നന്നായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ ഹയറാർക്കി കൂടെ മേലോട്ട് വരും അല്ലേ. അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 3 പേരാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നാളെ എനിക്കിപ്പോൾ ലീഡർ ആവണം എന്നുള്ളതില്ല വരിക. ഈ ഒരു ഫീൽഡിൽ ഞാൻ മേലോട്ട് പിന്നെ കയറി വരണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോവർ എൻഡിൽ വരുമ്പോൾ എപ്പോഴും റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. 2 ടേമാണ് അതിലേക്ക് വരുന്നത്, ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ ലെവലിൽ വരുന്ന ആൾക്കാർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. നിങ്ങളുടെ സെക്ഷനിൽ ആരാണോ ഒന്നിന് മേലെ എന്ന് പിന്നെ കൺസിഡർ ചെയ്യുന്നത് അക്കൗണ്ടബിലിറ്റിയിലേക്ക് വരും. അതായത് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി ആ കമ്പനിയുടെ ഗ്രോത്തിന് നിദാനമാവുകയാണെന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ടബിലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്രിസ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ സാലറി വാങ്ങിക്കുന്ന പിന്നെ അല്ലാതെ സാലറി വാങ്ങിക്കുമല്ലോ. അപ്പോൾ ആ കമ്പനിയുടെ പിന്നെ റവന്യൂ എൻഷുർ ചെയ്യുന്ന രീതിയിൽ അയാൾ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അക്കൗണ്ടബിളാണ്. അതേസമയം ഇപ്പോൾ കമ്പനി ചില റെസ്പോൺസിബിലിറ്റിയോട് മാത്രം ആ കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഞാൻ മനസ്സിലായോ? അപ്പോൾ അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. വെച്ചാൽ ആ അക്കൗണ്ടബിലിറ്റി റെസ്പോൺസിബിലിറ്റി കൂടെ അക്കൗണ്ടബിലിറ്റി ഇങ്ങനെ കയറി വരുമ്പോഴാണ് എന്ത് വരുന്നത്, അയാൾക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അയാൾ കുറച്ചും കൂടെ കമ്പനിക്ക് ഒരു വേർത്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അയാൾ കമ്പനിയുടെ ഒരു ഇന്നവിറ്റബിൾ പാർട്ടാണ് എന്ന രീതിയിൽ ഇങ്ങനെ അയാൾ സ്വയം തെളിയിച്ചുകൊണ്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അയാൾക്ക് വേണ്ടിയിട്ട് കമ്പനിക്ക് സ്പെൻഡ് ചെയ്യാനോ അല്ലാതെ അത്തരം മടിയില്ലാതെ വരും. ഒരു 5 പേര് ഇപ്പോൾ ജൂനിയർ ഡിസൈനേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ മേലെ 2 സീനിയർ ഡിസൈനേഴ്സ് ഉണ്ടാവും. അയാളുടെ മേലെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടാവും.
ഇതേപോലെ ഇതൊരു ക്ലബ്ബാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വേറെ ക്ലബ്ബ് ഉണ്ടാവും, വേറെ ക്ലബ്ബ് ഉണ്ടാവും, വേറെ ക്ലബ്ബ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ചോളം ഈ താഴത്തുള്ള ഡിസൈനേഴ്സ് അയാൾ ടച്ച് ചെയ്യാനുണ്ടാവില്ല, യാതൊരു കോൺടാക്റ്റ് ഉണ്ടാവില്ല. അവർ നോക്കുന്നത് ആരാ? അയാളുടെ മേലുള്ള പിന്നെ സീനിയർ ആർട്ട് ഡിസൈനേഴ്സാണ്. ഈ സീനിയർ ഡിസൈനേഴ്സിന് മാത്രമേ ആർട്ട് ഡയറക്ടറുടെ കണക്ഷൻ ഉണ്ടാവുള്ളൂ. ആരൊക്കെ താഴെ വർക്ക് ചെയ്യുന്ന പോലും ചിലപ്പോൾ അറിയുണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ഇത് രണ്ടും നോക്കി പിന്നെ അതിനെ ഒരു പീരിയോഡിക്കലായിട്ട് അപ്രൈസൽ എന്നുള്ള ഫോം. അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ ഇവരുടെ മൊത്തം പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആർക്കൊക്കെയാണ് ഇൻക്രിമെൻറ്റിന് പിന്നെ അർഹരായിട്ട് ആർക്കൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പീരിയഡിനുള്ളിൽ, അതിന് KPI എന്ന് പറയും, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. KPI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സയൻറ്റിഫിക് മെത്തേഡാണ് KPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ അതിൽ ഈ പറയുന്ന ഡിസിപ്ലിൻ, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് അവർ ഔട്ട്പുട്ട് തരുന്നു, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു, അല്ലെങ്കിൽ ലെസ് ഡിപ്പെൻഡൻസി, കാരണം കൂടുതൽ അവർക്ക് കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഒരിക്കൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മൊത്തം അത് മനസ്സിലാവുന്നു, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ഈ രീതിയിൽ അങ്ങനെയാണ് ഓരോ ഇന്നിങ്ങനെ കയറി മേലോട്ട് പോകുന്നത്. നമ്മൾ പഠിച്ചൊരു വിഷയം, ആ വിഷയത്തിൽ ആ കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എൻവയോൺമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ബ്രീഫിനെ നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് നമ്മൾ പഠിച്ച സബ്ജക്റ്റും ആ ക്ലയൻറ്റ് അല്ലാതെ അവിടെ അവർ റിക്കവർ ചെയ്യുന്ന അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ റൈറ്റ് ഫ്രം ദ ഡേ വൺ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ യു ആർ മാസ്റ്ററിങ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ റിഫൈൻ ചെയ്ത് നിങ്ങളെ തന്നെ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു ലീഡർ ആവുകയാണ്. ഓക്കെ. ആൻഡ് ലീഡർ ഇസ് ടെസ്റ്റഡ് വിത്ത് സ്റ്റോം, നോട്ട് വിത്ത് സൺഷൈൻ എന്ന് പറയും. എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോഴാണ് ലീഡർ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ സ്മൂത്തായിട്ട് നടക്കപ്പെടല്ല. അതായത് ഒരു ക്രൈസിസ് വരുമ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ജോബ് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ഷോർട്ട് ടൈം ഉണ്ടാവുള്ളൂ. ആ ഷോർട്ട് ടൈമിനുള്ളിൽ എങ്ങനെയാണ് നിങ്ങളതിനെ ഡീൽ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നോർമലായിട്ട് പോകുന്ന സിറ്റുവേഷനെ കുറച്ചും കൂടെ പിന്നെ കൂടുതൽ എഫേർട്ടും അല്ലാതെ കെയറും അല്ലാതെ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നിങ്ങളെ പറ്റിയുള്ള ഒരു വിശ്വാസം അല്ലാതെ ആ സിസ്റ്റത്തിൽ വരുന്നത്, അല്ലേ? അപ്പോൾ ഒരു 4-5 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ ചില ആൾക്കാർ ചിലപ്പോൾ അവരുടെ കഴിവ്, അവർ മാക്സിമം കഴിവും അതേപോലെ ചിലപ്പോൾ ഭാഗ്യവും എല്ലാം കൂടെ ചിലപ്പോൾ കുറച്ചൊരു ടഫ് വർക്ക് വരിക, ടഫ് വർക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടുക, ആ വർക്ക് നിങ്ങൾ നല്ല എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ക്രെഡൻഷ്യൽ അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് പറയുക, ഒരു പ്രൊഫൈലിലേക്ക് ഇത് ഞാൻ ചെയ്തതാണ് എന്ന രീതിയിൽ കയ്യിൽ വരുത്താൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ നെക്സ്റ്റ് ഡേയിലേക്ക് വരിക. ഇതേപോലെയാണ് മേലോട്ട് പോവുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു കോ എക്സിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും അവർ പണിയെടുക്കുന്നുണ്ട്, എല്ലാവരും ചിലപ്പോൾ ഒരേ ജോലിയിട്ടാണ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ ഇതേപോലെ മാസ്റ്റർ ചെയ്യാനുള്ള ടെക്നിക്കുകളും അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നെക്സ്റ്റ് ഡേയിലേക്ക് പോവാം. കാരണം ചിലപ്പോൾ വലിയ ഏജൻസി ആയിരിക്കും, ചിലപ്പോൾ 100-300-400 വർക്കുകളൊക്കെ ഉണ്ടാവും. അവരുടെ നിന്ന് മേലോട്ട് പോവുക, അതും ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ മേലോട്ട് പോകുക എന്ന് വെച്ചാൽ ഇറ്റ്സ് ഷിയർ ഹാർഡ് വർക്കാണ്. പ്ലസ് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തൊക്കെ വേണം, അതായത് അവിടെ നിങ്ങൾ പഠിച്ച ഒരു വർക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് 25%. ബാക്കി 75% എന്ന് വെച്ചാൽ ആ വർക്ക് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആ വർക്കിനെ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വർക്കുകൾ എത്രത്തോളം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഡിപ്പെൻഡൻസി, അതായത് ആ കമ്പനിക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ മാക്സിമം കുറഞ്ഞു വരുന്നു, നിങ്ങൾ തന്നെ കാര്യങ്ങൾ സ്വയം മാനേജ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് മേലെ കയറി പോവുക. ലീഡേഴ്സ് ആർ ആൾവേസ് അലോൺ. നമ്മളെല്ലാവരും ഉണ്ട്, പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ഐ ആം അലോൺ, ഇവിടെ ഞാൻ മാത്രമാണ് തീരുമാനം എടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിലേക്ക് ഇൻഡിപെൻഡൻ്റ് നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ നിങ്ങളാണ് തിരിച്ചറിയുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈവൺ ഒരു ചെറിയ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ വർക്കുകളാണെന്നുണ്ടെങ്കിലും അതിൽ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. വെച്ചാൽ ഓക്കെ, എനിക്ക് ഇങ്ങനെ പോവാം, ഇങ്ങനെ ഫിനിഷ് ചെയ്യാം, ഇങ്ങനെ ഫിനിഷ് ചെയ്യാം. അങ്ങനെ കുറേ ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് കൂടെ നിങ്ങളെടുത്ത ആ വർക്ക് അപ്രൂവ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സ്വയം വരുന്നത്, ഒരു സംതൃപ്തി വരുന്നതും ഓക്കെ, ഞാൻ ഇതിന് പകരം
ആ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ആ ട്രാക്ക് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് റിജക്റ്റ് ആവുമായിരുന്നു. ഇതെടുത്തുകൊണ്ടാണ് ഇത് അപ്രൂവ് ആയത്. അപ്പോൾ എന്താ നിങ്ങളുടെ ലേണിംഗ് ആണ് അല്ലേ. ഒരു ക്ലയൻറ്റ് നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് അപ്രൂവ് ആയി, ലേണിംഗ്. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് കയറി വരുമ്പോഴാണ് ഇതിങ്ങനെ മേലോട്ട് ഇതായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാ ഒരു അഡ്വർടൈസിങ് മേഖലയോട് ഒരു അഫിനിറ്റിയുള്ള ആൾ, അയാൾ ഒരു ചിലപ്പോൾ ഡിസൈനറായിട്ടോ അതിലിറങ്ങിയതിന് ശേഷമാണ് പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഡിസിസീവായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിലേക്ക് മാറി പോവുക. ചിലപ്പോൾ ഡിസൈനറാവും, ഡിസൈനർ തന്നെ എന്താവും, ചിലപ്പോൾ വെബ് ഡിസൈനർ ആവാം, ചിലപ്പോൾ പോസ്റ്റർ ഡിസൈനർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിഷ്വലി നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റുമ്പോൾ ആ വിഷ്വൽ നിങ്ങൾ കുറച്ച് മൂവി ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമ്പോൾ അവിടെ മൂവി എങ്ങനെ ചെയ്യാം, അവിടെ സ്റ്റോറി ബോർഡ് ഉണ്ടാവും. സ്റ്റോറി ബോർഡ് അറിയാലോ. സ്റ്റോറി ബോർഡ് എന്ന് വെച്ചാൽ ഒരു ഷോട്ടിനെ, ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ആ ഷോട്ടിനെ നിങ്ങൾ മനസ്സിൽ വിഭാവനം ചെയ്തിട്ട് ആ ഫ്രെയിം എങ്ങനെ വരണം, പിന്നെ ആ ഫ്രെയിമിൽ എന്തൊക്കെ വരണം കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ ഉണ്ടാവും, അതിനൊരു പ്രൊട്ടഗോണിസ്റ്റ് ഉണ്ടാവും, ചില മെയിൻ ആരാണ് ഹീറോയിൻ അതുണ്ടാവും. പിന്നെ ആ ഫ്രെയിം എങ്ങനെയാണ് കോമ്പോസിറ്റ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഒരു ഡയറക്ടർ ഇപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു ഫ്രെയിമാണെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിമിൽ ഒരാൾ എവിടെ വരണം, മറ്റാൾ എവിടെ വരണം, ആ ഫ്രെയിം ബാക്കിയുള്ള പ്രോപ്സ് എന്ന് പറയാം. പ്രോപ്സ് ഇവിടെ ആ പിന്നെ എന്താ പറയുക, ഫിഷ് ബോൾ ഒരു പ്രോപ്പാണ്. അതാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് അതിനെ കോമ്പോസിറ്റ് ചെയ്യുന്നു. അതിൽ കളേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, ചിലപ്പോൾ അതിനെ സൂമിൻ വേണോ സൂം ഔട്ട് വേണോ. കാരണം അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്റ്റാറ്റിക് വിഷ്വൽസിനെ കൂട്ടി ചേർത്തിട്ട് അതൊരു മോഷനാക്കി മാറ്റാം. ചിലപ്പോൾ ഒരു ഷോട്ട് എടുക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു സംഭവത്തിന് ഔട്ട് ഓഫ് ഫോക്കസ് കൂടെ ചിലപ്പോൾ കാണാം. അതൊരു ബ്യൂട്ടിയാണ്. ആ ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ഒരാൾ ഒരു ആർട്ട് ഡയറക്ടർ ലെവലിലേക്ക് വരുമ്പോൾ കമ്പനി അയാളോട് ആവശ്യപ്പെടുന്ന നേരത്തെ പറഞ്ഞ പോലെയുള്ള അക്കൗണ്ടബിലിറ്റിയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഡെഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഇന്ന ക്ലയൻറ്റിന് വർക്ക് നമുക്ക് വേണം, നമുക്ക് ക്ലയൻസ് ഉണ്ടാക്കണം, അല്ലാതെ ഇത്ര നമുക്ക് ക്വാർട്ടറിൽ ഇത്ര നമുക്ക് റവന്യൂ ഉണ്ടാക്കണം. ഇത്തരം സംഭവങ്ങളായിരിക്കും ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡയറക്ടർ മനസ്സിൽ കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ അത് മാത്രമേ കമ്പനി ചോദിക്കൂ. അതല്ലാതെ അവരുടെ അണ്ടറിൽ എത്ര ഡിസൈനേഴ്സ് ഉണ്ട്, എത്ര കോപ്പി റൈറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അവരെന്തൊക്കെ ചെയ്തു, അവർ സമയം ചെയ്തില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ അവർ വർക്ക് പ്രോപ്പറായിട്ട് നടക്കുന്നത്, ഇതൊന്നും കമ്പനി അറിയില്ല. ഇതൊക്കെ നമ്മൾ താഴത്തെ ലെവലിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് മാനേജ് വരുമ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അവരുടെ ഒരു സ്റ്റൈലുണ്ടാവും. എല്ലാവരും ഒരേ ലെവലായിരിക്കും, പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഒരു സ്റ്റൈലുണ്ടാവും. ആ സ്റ്റൈൽ നമുക്ക് പഠിക്കാനുണ്ടാവും. അവർ സ്കോർ ചെയ്യുന്നതും കാര്യങ്ങളും അവരുടെ വീക്ക് പോയിൻറ്റ്സ് എങ്ങനെയൊക്കെയാണ്, അതൊക്കെ നമ്മൾ പരസ്പരം ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതിനെ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ലെവലാകുമ്പോൾ ഈ താഴത്തെ ആൾക്കാരെ നിങ്ങൾ പിന്നെ മാനേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്. കാരണം അവരുടെ തെറ്റുകൾ നിങ്ങൾക്ക് പിന്നെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റോഡ് ആക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഈ റോഡ് ആക്സിഡൻറ്റിൽ ഇപ്പോൾ രണ്ട് കാറുകൾ കൂട്ടിയിടിക്കായിരിക്കും. ഇതിൽ ഒരാൾ മാത്രമാണ് തെറ്റുകാരൻ അല്ലേ. ഒരാളാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്, മറ്റാൾ നിരപരാധിയാണ്. അപ്പോൾ അയാൾ ചിലപ്പോൾ ഇയാൾ ഉറങ്ങിയോ, അല്ലാതെ ചിലപ്പോൾ അയാൾ റോങ് ടേക്ക് എടുക്കലായിരിക്കും. പക്ഷേ ആസ് എ മാനേജർ അല്ലെങ്കിൽ ആസ് എ സുപ്പീരിയർ കാണണമെന്ന് വെച്ചാൽ ഇവന് മിസ്റ്റേക്ക് വരുത്താം, അല്ലെങ്കിൽ ഇന്ന ആൾ ചിലപ്പോൾ ഡിലേ ആക്കാം, ചിലപ്പോൾ അയാൾ പ്രോമിസ് കീപ്പ് ചെയ്യില്ല, അയാൾ ചെയ്യാനൊക്കെ പറയും, പക്ഷേ പ്രോമിസ് കീപ്പ് ചെയ്യില്ല. അല്ലാതെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അയാൾ മനസ്സിലാവാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് വേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ അത് പ്രാക്ടിക്കലാകുമ്പോഴാണ് അയാൾ എന്താ ചെയ്യുന്നത്, ഒരു സുപ്പീരിയർ ആവുന്നത്. അപ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വർക്ക് എൻവയോൺമെൻറ്റിൽ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് 20 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് 10 കൊല്ലമായിരിക്കും, ചില ആൾക്കാർക്ക് 5 കൊല്ലം മാത്രം, ചിലർക്ക് 2 കൊല്ലം ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ ഈ 2 കൊല്ലത്തെ എക്സ്പീരിയൻസുള്ള ആളായിരിക്കും 3-ാമത്തെ വർഷം ഈ 10 കൊല്ലം എക്സ്പീരിയൻസുള്ള ആളെ കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ സീനിയോറിറ്റി അല്ല ഇവിടെ വിഷയം. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും ജോബ് കൺട്രോൾ ചെയ്യാനും ഓരോരുത്തരുടെ പ്ലസ്സും മൈനസും മനസ്സിലാക്കി എത്രത്തോളം കമ്പനിക്ക് ആ പ്ലസ്സുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ഒരു ലീഡർ ചെയ്യേണ്ട ഒരു കാര്യം.